നമസ്കാരം. പെരിയ ഇരട്ടക്കൊലക്കേസിൽ കെ.വി. കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ ശിക്ഷിച്ചതിനെ രാഷ്ട്രീയമായി നേരിടുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ. കൊലപാതകത്തിൽ പാർട്ടിക്ക് ഒരു പങ്കുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സമിതി യോഗത്തിനു ശേഷം AKG സെന്ററിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM ശരിയായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പങ്കുമില്ല. കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ ശിക്ഷിച്ചതിനെതിരെ ഏതറ്റം വരെയും പോയി രാഷ്ട്രീയമായി നീക്കത്തെ രാഷ്ട്രീയമായി നേരിടും, M.V. ഗോവിന്ദൻ പറഞ്ഞു. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യ ഗൗരവമുള്ള വിഷയമാണ്. കത്ത് പുറത്തു വന്ന സാഹചര്യത്തിൽ IC ബാലകൃഷ്ണൻ MLA സ്ഥാനം രാജിവെക്കണം. കോൺഗ്രസിന്റെ തന്നെ ട്രഷററും മകനും കോൺഗ്രസിനാൽ കൊല്ലപ്പെട്ടു എന്ന് തന്നെ പറയണം. വിഷയത്തിൽ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പ്രതികരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വനനിയമത്തിൽ ജനവിരുദ്ധമായ അമിതാധികാരമുള്ള എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ചർച്ച ചെയ്ത് മാറ്റം വരുത്തി മാത്രമേ നിയമമാക്കുകയുള്ളൂ എന്നാണ് CPM നിലപാട്. സർക്കാർ തെറ്റായ ഒരു സമീപനം സ്വീകരിക്കില്ല, M.V. ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു. അൻവർ മുംബൈ UDFന്റെ ഭാഗമാണ്. വെറുതെ അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ടതില്ല. അതൊന്നും ചർച്ച ചെയ്യാൻ പാർട്ടി ഉദ്ദേശിക്കുന്നുമില്ല. രാത്രിയും അർദ്ധരാത്രിയും അറസ്റ്റ് ചെയ്യുന്ന എത്ര പാരമ്പര്യം ഇവിടെയുണ്ട്. സാധാരണ അറസ്റ്റ് ചെയ്യുന്നതല്ലേ. ഫോറസ്റ്റ് ഓഫീസ് തല്ലിപ്പൊളിക്കാൻ നേതൃത്വം കൊടുത്ത ആൾ ആരായാലും അതിന്റെ പേരിൽ നടപടി ഉണ്ടാവുമല്ലോ. ജയിലിൽ പോയി വന്നിട്ട് കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത്. കാണിച്ചു തരുന്നത് എന്താണെന്ന് നോക്കാം. ജയിലിൽ പോയതാണോ വീരപരിവേഷം? അത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണോ? ഒരു വീരപരിവേഷവുമില്ല. പരിവേഷം കിട്ടണമെങ്കിൽ അയാൾ എന്തോ മഹാമേരുവായി നിൽക്കണ്ടേ? അയാളെ അറസ്റ്റ് ചെയ്തു. എന്താണ് കുഴപ്പം? അയാൾ എവിടെ പോയാലും ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല. അൻവറിനെ തള്ളുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ആദ്യമുണ്ടായത് അദ്ദേഹം UDFിലേക്ക് ചേക്കേറും എന്നതാണ്. PV അൻവറിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടിയായി M.V. ഗോവിന്ദൻ പറഞ്ഞവയാണ് ഇത്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.